കുട്ടികൾ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ പല ഫോർമുലാസും ഡേറ്റ അനാലിസിസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഡേറ്റ അനാലിസിസ് ചില സമയത്ത് പല എക്സൽ ഷീറ്റിൽ ഇത് പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ ചോദിച്ചാൽ ചിലപ്പോൾ അവർ ചെയ്തു തരും. പക്ഷെ ചിലപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നേരെ ഫയലിൽ വരിക, ഫയൽ മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും താഴെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസിൽ ഏറ്റവും താഴെ വരിക ആഡിൻസ് എന്ന് പറഞ്ഞിട്ട്, ഇതിൽ അനാലിസിസ് ടൂൾ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗോ കൊടുക്കുക, ഇവിടെ ഓക്കെ അടിക്കുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത കാരണമാണ് ഞാനൊന്നും ചെയ്യാത്തത്. ഇവിടെ ഗോ അടിക്കുക, ഇവിടെ ഓക്കെ അടിക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്യണം ആദ്യം. ഗോ അടിക്കുക, അത് ഓക്കെ അടിക്കുക. അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ ഡാറ്റ അനാലിസിസ് വരും. ഈ ഡാറ്റ അനാലിസിസിലാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാമ് കിടക്കുന്നത്. ഹിസ്റ്റോഗ്രാമും ബാർ ചാർട്ടും ഒന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ, അതിന് ശേഷം ഹിസ്റ്റോഗ്രാം വരയ്ക്കാനും പറഞ്ഞിരിക്കുന്നത്. ഹിസ്റ്റോഗ്രാമും ബാർ ചാർട്ടും ഒന്നാണ് കേട്ടോ. അപ്പോൾ ഹിസ്റ്റോഗ്രാം നമുക്ക് വെറുതെ ഒന്ന് എടുത്ത് നോക്കാം. ഇതിൽ ആദ്യം ഇൻപുട്ട് റേഞ്ചാണ് അല്ലേ. ഈ ഇൻപുട്ട് റേഞ്ച് നമുക്ക് തന്നിട്ടില്ല, ഈ റേഞ്ച് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. ബിൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ബിൻ റേഞ്ച്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഇത് കൊണ്ടുവയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഔട്ട്പുട്ട് റേഞ്ച്. പിന്നെ ചാർട്ട് ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്യുക, നോക്കി അടിച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഓൾറെഡി ഉണ്ട്, അത് കാരണമാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ. ഞാനത് ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി അവിടെ ഫോർമുല ചെയ്തു വച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. നാളെ പരീക്ഷയാണല്ലേ. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ.